ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫങ്ഷൻസിനെ കുറിച്ചാണ് അല്ലേ. അതിനുശേഷം നമ്മളൊരു ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും അല്ലേ, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ടീച്ച് യു today that about list. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, നമ്മുടെ പൈത്തണിൽ ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട് അല്ലേ. ആ പല ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിൽ നമുക്കറിയാം ഇൻറ്റീജേഴ്സ് അല്ലേ, നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ട്, പിന്നെ കോംപ്ലക്സ് നമ്പർ അല്ലേ, അതിന് കോംപ്ലക്സ് ഉണ്ട്, പിന്നെ എന്താണ് ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ഉണ്ട്. അതുപോലെ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് പെട്ട ഒരു ടൈപ്പ് ഡാറ്റ അല്ലേ, എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ, ലിസ്റ്റ് അല്ലേ. അതിലൊരു എക്സാമ്പിൾ ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടുഡേസ് ടോപ്പിക് ഈസ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പൈത്തൺ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, പൈത്തൺ ടാസ്ക് ബാറിന്ന് ഞാൻ നേരിട്ട് എടുക്കുവാണ്, സ്റ്റാർട്ടിലൊന്നും പോയി എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഷെല്ലിൽ അഥവാ കാൽക്കുലേറ്റർ മോഡ് അങ്ങനെയൊക്കെ പറയില്ലേ ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ വെക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി Ctrl+N അടിച്ചിട്ട് പുതിയ വിൻഡോ എടുക്കാം. ഓക്കെ, ദിസ് ഈസ് ദി ന്യൂ വിൻഡോ. ഐ ആം ഗോയിങ് ടു ഡു മൈ പ്രോഗ്രാംസ് ഓൾ ഓവർ ഹിയർ. കുറച്ചുകൂടെ സൈസ് ചെറുതാക്കി വെക്കാം. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് എൻ അൺടൈറ്റിൽഡ് ന്യൂ ഫയൽ വേർ ഐ എം ഗോയിങ് ടു റൈറ്റ് മൈ പ്രോഗ്രാം. ഓക്കെ, സോ ഞാൻ ചെയ്തിട്ട് എന്താണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയാം. ഓക്കെ, അതായിരിക്കും കൂടെ നന്നാവുക. നോക്കിക്കോളൂ, ഐ ആം ഡിഫൈനിങ് എ ലിസ്റ്റ് ലൈക്ക് ദിസ്. എ ഈക്വൽ ടു 2, എന്താണ് 3.5, ലിസ്റ്റ്. ഓക്കെ, ഓക്കെ, റൈറ്റ്, ഇത്രയും മതി. ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ. പ്രത്യേകിച്ച് നമ്മളൊന്നും ഇവിടെ ഏതെങ്കിലും എന്താ ഫംഗ്ഷനെയോ അല്ലെങ്കിൽ മൊഡ്യൂളിനെയോ ഒന്നും ഇമ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് സിംപ്ലി ഞാനങ്ങ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാം അല്ലേ. ഹെഡ് എന്താണ്, ലിസ്റ്റ്, ഓപ്പറേഷൻസ് ഓൺ ലിസ്റ്റ്, ഓപ്പറേഷൻസ് ഓൺ ലിസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഫൈൻ. നൗ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എ ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2, 3.5, ഒരു സ്ട്രിങ് ലിസ്റ്റ് എന്നുള്ള ഒരു സ്ട്രിങ് അല്ലേ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എ കോമ അതിൻ്റെ ടൈപ്പും കൂടെ പ്രിന്റ് ചെയ്യണം. നമുക്ക് അറിയണം എന്താണുള്ളത്, ടൈപ്പ് എ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യുന്നതിന് മുമ്പേ ഈ ഫയൽ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സോ Ctrl+S അല്ലേ, സേവ് ചെയ്യാൻ Ctrl+S ആണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ LST1 അങ്ങനെ കൊടുക്കട്ടെ, LST1.py. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, LST1.py സേവ് ചെയ്തു. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ നെയിം LST1.py. ഇനി റൺ ചെയ്യണം. എന്തൊക്കെയാ മതി, F5. യെസ്, സീ ഹിയർ പ്രിന്റ് എ പ്രിന്റ് ചെയ്തു. 2, 3.5 ലിസ്റ്റ് എന്നുള്ള ആ സ്ട്രിങ് അല്ലേ, അതങ്ങനെ പ്രിന്റ് ചെയ്തു. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രിന്റ് ചെയ്തത്. ടൈപ്പ് എന്താണ്, യെസ്, സീ ഹിയർ. സോ ദിസ് ഇസ് എ ലിസ്റ്റ്. സോ നൗ യു ലേൺ ഹൗ യു ക്യാൻ എന്താണ് ഡിഫൈൻ എ ലിസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാം അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ടൈപ്പ് പ്രിന്റ് ചെയ്തത് അത് ലിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൊണ്ട് ഇവിടെ മനസ്സിലായി, ലിസ്റ്റിലുള്ള എലമെന്റ്സിനെ, ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ നമ്മൾ കോമ ഇട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സിനെയും നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു.
അതിൽ ഇത്ര എണ്ണം വേണമെന്നൊന്നുമില്ല. ഒരു എലിമെന്റ് ഇല്ലാത്ത എം ടി ലിസ്റ്റ് നിങ്ങൾക്ക് ഫോം ചെയ്യാം, ഒരു എലിമെന്റ് ഉള്ള ഫോം ചെയ്യാം, 2 എലിമെന്റ് ആയിക്കോട്ടെ, 3, 4, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. ഓക്കെ, ഒറ്റ കാര്യം എന്താണ്, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം എലമെന്റ്സ് ഉണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ. കണ്ടോ, 2, 3.5, അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെയുള്ള എലമെന്റ്സ് നോക്കി ഞങ്ങൾ, ഒന്നാമത്തെ എലമെന്റ് 2 ആണ്, രണ്ടാമത്തെ എലമെന്റ് 3.5 ആ, മൂന്നാമത്തെ എലമെന്റ് ലിസ്റ്റ് എന്നുള്ളൊരു സ്ട്രിങ് ആണ്, ശരിയല്ലേ. അപ്പോ എലമെന്റ്സ് ഓഫ് എ ലിസ്റ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി എൻ ഇൻറ്റീജർ, ഇറ്റ് ക്യാൻ ബി എ ഫ്ലോട്ട്, ഇറ്റ് ക്യാൻ ബി എ സ്ട്രിങ്, ഓർ ഇറ്റ് ക്യാൻ ബി എൻ അനദർ ലിസ്റ്റ്. കാണിച്ചു തരാം, നോക്കോളൂ. ബി ഈക്വൽ ടു 10, എന്താണ്, ആപ്പിൾ ഒരു സ്ട്രിങ് കൊടുത്തു. ഓക്കെ, 3.5, നോക്കിക്കോളെ, ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നു, 1, 2. റൈറ്റ്, സി ഹിയർ, ഞാനിങ്ങനെ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ്, ഇത് ശ്രദ്ധിക്കണേ, ഇവിടെ സ്പേസ് ഇട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി ഞങ്ങൾ, അത് ഇൻഡന്റേഷൻ എറർ വരും അന്നേരം. ഓക്കെ, കറക്റ്റ്, ഇനി നേരത്തെ വിചാരിക്കണം. ഇവിടെ നോക്കി ഞങ്ങൾ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്നാമത്തെ എലമെന്റ് ഒരു ഇൻറ്റീജർ ആണ്, രണ്ടാമത്തെ എലമെന്റ് ഒരു സ്ട്രിങ് ആണ്, മൂന്നാമത്തെ എലമെന്റ് ഒരു ഫ്ലോട്ട് ആണ്, നാലാമത്തെ എലമെന്റ് ഇറ്റ് ഈസ് എ ലിസ്റ്റ്. അല്ലേ, അപ്പോൾ ഒരു ലിസ്റ്റിനുള്ളിൽ അത് എറർ വരുമോ എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിവേ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന എലമെന്റ്സ് എന്തും ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് വളരെ ശരിയാണ്. നമുക്കത് പ്രിന്റ് ചെയ്തിട്ടൊന്ന് ഉറപ്പിക്കാം. ഓക്കെ, അത് ശരിയാണുള്ളത്. പ്രിന്റ് എന്താണ്, ബി. ടൈപ്പ് പ്രിന്റ് ചെയ്യണോ, പ്രിന്റ് ചെയ്തോളൂ, ടൈപ്പ് ബി. ഓക്കെ, ക്ലിയർ അല്ലേ, ഫൈൻ. അപ്പോൾ പ്രിന്റ് ബി, ടൈപ്പ് ബി. നമുക്ക് നോക്കാം, ബി ലിസ്റ്റ് തന്നെയാണോ നോക്കാം. ഇതിനുള്ളിൽ ഒരു ലിസ്റ്റും കൂടെ വന്നിക്കല്ലോ അല്ലേ. ഇനി വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പും കേട്ടിട്ടില്ല. എൻ്റെ പറഞ്ഞ പ്രകാരം ഇത് ലിസ്റ്റാന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ. നമുക്കതൊന്ന് റൺ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. ബിഫോർ യു റൺ ദ പ്രോഗ്രാം യു വാണ്ട് ടു സേവ്. അപ്പോൾ കൺട്രോൾ എസ്, അപ്പോൾ സേവ് ആയി അല്ലേ. റൈറ്റ്, എന്ത് ചെയ്യുന്നു, F5 പിടിച്ച് റൺ ചെയ്യുന്നു. യെസ്, അപ്പോൾ ആദ്യത്തെ പ്രിന്റ് എ എന്നുള്ളത് ഇതവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തത് പ്രിന്റ് ബി, ടൈപ്പ് ബി. ഏതാണ് നോക്കിയേ, 10, ആപ്പിൾ, 3.5, 1, 2 എന്നുള്ളൊരു ലിസ്റ്റ്. ക്ലാസ് എന്താ, ലിസ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ എലമെന്റ് ഓഫ് എ ലിസ്റ്റ് ക്യാൻ ബി എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി ആൻ അനദർ ലിസ്റ്റ് ഓൾസോ. ഓക്കെ, അതാണ് ലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, റൈറ്റ്, ഞാൻ ഇനി മുകളിലുള്ള ഇതൊക്കെ മായ്ച്ച് കളയാൻ പോവാണ്. ഓക്കെ, കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് താഴത്തെ ബി വേണ്ട, എ അവിടെ നിന്നോട്ടെ. റൈറ്റ്, ഈ ലിസ്റ്റിൽ ഞാൻ പലതരം ഓപ്പറേഷൻസ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഐ ആം ഗോയിങ് ടു പ്രിന്റ് എ എന്നല്ലേ ലിസ്റ്റിന്റെ പേര്, A2. ഓക്കെ, നോക്കാം എന്താ പ്രിന്റ് ആവാൻ നോക്കാം. A2 എന്താ സിൻടാക്സ് നോക്കണേ, പ്രിന്റ് എ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2. ഓക്കെ, എന്താ പ്രിന്റ് ആവാൻ നോക്കാം. ക്ലിയർ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പ്രിന്റ് അവിടെ തൽക്കാലം ഫ്രീസ് ചെയ്യട്ടെ. എങ്ങനെ, കമന്റ് പോലെ ആക്കിയാൽ പോരെ, ഏഷിട്ടാ പോരെ. ഇനി ഈ ലൈൻ ഓഫ് കോഡ് പ്രിന്റ് ചെയ്യില്ലല്ലോ അല്ലേ. നമുക്ക് ആകെ പ്രിന്റ് ആകുമ്പോൾ എന്താ, പ്രിന്റ് A2 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ലൈന് മാത്രമാണ്. ഓക്കെ, മേലത്തെ പ്രിന്റ് ഞാൻ എന്ത് ചെയ്തു, ഏഷിട്ടിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കമന്റ് പോലെ ആക്കിയിട്ടുണ്ട്, അഥവാ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ സേവ് ദി പ്രോഗ്രാം ആൻഡ് റൺ ഇറ്റ്. എന്താ വന്നേ നോക്കിയേ, A2 എന്ന് കൊടുത്തപ്പോൾ പ്രിന്റ് A2 എന്ന് കൊടുത്തപ്പോൾ ലിസ്റ്റ് എന്നാ പ്രിന്റ് ആയത് അല്ലേ. അതായത് എൻ്റെ ഈ എ എന്ന് പറയുന്ന ലിസ്റ്റിൽ 3 എലമെന്റ്സേ ഉള്ളൂ. എന്തൊക്കെ, 2, 3.5, ലിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ്. അതിൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ദാ ഇവിടെ പ്രിന്റ് ആയി വന്നിരിക്കുന്നത്. സോ A2 എന്ന് പറയുന്നത് ലിസ്റ്റ് പ്രിന്റ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ചില ആളുകൾക്കെങ്കിലും അത് മനസ്സിലായി കാണും. ഓക്കെ, ഈ 2 എന്നുള്ളത് എലമെന്റ്സിന്റെ ഇൻഡെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടോ 0 എന്നല്ലേ, അതുപോലെ തന്നെയാണ്. അതായത് 2 ഉള്ളത് 0th പൊസിഷൻ. ഓക്കെ, ഇൻഡെക്സ് 0, 3.5 1,
അല്ലേ? 3.5 എത്രയാണ്? 1 ആണ്. അടുത്തത് മൂന്നാമത്തത് ലിസ്റ്റ് ആണ്. അത് ഏതാ പൊസിഷൻ? ഇൻഡെക്സ് 2 ആ വരിക അല്ലേ? അപ്പൊ 0 1 2 ക്ലിയർ അല്ലേ? അപ്പൊ A2 എന്ന് പറഞ്ഞാൽ ഇതാ ലിസ്റ്റ് ആ പ്രിന്റ് ആവുക. കറക്റ്റ് അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പ്രിന്റ് A0 എന്ന് കൊടുത്തു നോക്കിയേ. ഓക്കെ, എന്താ വരാൻ നോക്കാം. റൈറ്റ്, ഞാൻ സേവ് അടിക്കുന്നു. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് F5 അടിക്കുന്നു. നോക്കിയേ, A2 എന്ന് പറഞ്ഞാൽ ദ ലിസ്റ്റ് അല്ലേ? A0 എന്ന് പറഞ്ഞാൽ എന്താ പ്രിന്റ് ആവുന്നത്? 2 ആ പ്രിന്റ് ആവുന്നത് അല്ലേ? ബിക്കോസ് ദാ ഈ 2 ഉള്ളത് ഇൻഡെക്സ് എത്രയാ? 2ന്റെ 0 ആണ്. അപ്പോൾ ഇങ്ങനെ പ്രിന്റ് A1 A2 A0 അതായത് അങ്ങനെ കോൾ ചെയ്തുകൊണ്ട് ലിസ്റ്റിലുള്ള ഏത് എലിമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇതാ ഇവിടെ 2 0 എന്നൊക്കെ പറയുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് മീൻസ് 0 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? ഓരോ പൊസിഷൻ നമ്മളൊരു വാല്യൂ കൊടുത്തതാണ്. ഓക്കെ, നൗ ഇതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഞാൻ നോക്കിക്കോളെ, ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം? ഇട്ട് വെക്കാം. ഓക്കെ, അത് റൺ ചെയ്യണ്ട, അതുകൊണ്ടാണ്. ഇനിയല്ലേ ഡിലീറ്റ് ചെയ്യണോ? ഡിലീറ്റ് ചെയ്യണേ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ. ഓക്കെ, ദാറ്റ് ഈസ് യുവർ വിഷ്, നോ പ്രോബ്ലം. ഞാൻ ഇപ്പുറത്തുള്ള ഷെല്ല് ക്ലോസ് ചെയ്യട്ടെ. ബിക്കോസ് ഇതിനെ റൺ ചെയ്താൽ ഇതിൻ്റെ താഴോട്ടാണ് വരിക. അപ്പം നിങ്ങൾ സ്ക്രീനിൽ ചിലപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം? റൺ ചെയ്താൽ വന്നോളൂ. സോ പുതിയൊരു പ്രോഗ്രാം ഏതാണ്? പുതിയൊരു പ്രോഗ്രാം അല്ല, ഇതിൽ ചില മാറ്റങ്ങൾ കൂടെ ഞാൻ വരുത്തുവാണ്. എന്താ കാര്യങ്ങൾ നോക്കിക്കോളൂ. സോറി, A1 ഈക്വൽ ടു എന്താണ്? A1 ഈക്വൽ ടു 100. A1 ഈക്വൽ ടു 100. പ്രിന്റ് A1 ഈക്വൽ ടു 100 എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിന്റ് ഞാൻ റൺ ചെയ്യട്ടെ. റൺ ചെയ്യുന്നതിന് മുമ്പേ കൺട്രോൾ S അടിച്ച് സേവ് ചെയ്യണം. എന്നിട്ട് F5 അടിച്ചിട്ട് റൺ ചെയ്യുന്നു. യെസ്, ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഐ വിൽ പുട്ട് ഇറ്റ് ഓവർ ദർ സോ ദാറ്റ് വി ക്യാൻ സീ അവർ പ്രോഗ്രാം ഓൾസോ. യെസ്, ഇവിടെ ശ്രദ്ധിച്ചേ, A1 ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ ശേഷം ഞാൻ A പ്രിന്റ് ചെയ്തപ്പോൾ എന്താ റിസൾട്ട് വന്നേ? 200 ലിസ്റ്റ് എന്നാ. ശരിക്കും എന്താ? 2 3.5 ലിസ്റ്റ് എന്നാ. ആ 2 അവിടെ ഉണ്ട്, ലിസ്റ്റ് 2 അവിടെ ഉണ്ട്. ബട്ട് രണ്ടാമത്തെ എലിമെന്റ്, സോറി, ലിസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ എലിമെന്റ് ഇൻഡെക്സിൽ എത്രാമത്തെ? 0 1 ഫസ്റ്റ് 1 അല്ലേ? 1ന്റെ പൊസിഷൻ, ഇൻഡെക്സിൽ 1ന്റെ പൊസിഷൻ അവിടെ എന്താ ഉള്ളത്? 3.5 ഉള്ളത്. പകരം A1 ഈക്വൽ ടു 100 എന്ന് പറഞ്ഞതിനെ കൊണ്ട് ആ 3.5ന്റെ സ്ഥാനത്ത് എന്തായി? 100 ആയി. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ എലിമെന്റിനെയും മാറ്റാം. ഓക്കെ, കാര്യങ്ങൾ ഇറാവുണ്ടല്ലോ അല്ലേ? A1 ഈക്വൽ ടു 100. ഫൈൻ. ഓക്കെ, നമുക്ക് മറ്റു ചില ഓപ്പറേഷൻസ് കൂടെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം അല്ലേ? ഇതിനെന്ത് ചെയ്യാം? ഒന്ന് ചെറുതായി കളയാം. ഞാൻ പുതിയൊരു ലിസ്റ്റ് ആദ്യം മുതലേ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, സോ പേരെന്താ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ലിസ്റ്റ് 1 എന്ന രീതിയിൽ L1 എന്ന് കൊടുക്കട്ടെ. ഓക്കെ, ക്യാപിറ്റൽ L കൊടുക്കാം അല്ലേ? L1. യെസ്, L1 ഈക്വൽ ടു ഒരു ചെറിയൊരു ലിസ്റ്റാണേ. 1, 2, 3 3 എലമെന്റ്സ് ഉള്ള, അതും ഇൻറ്റീജേഴ്സ് മാത്രമാണ്. 1 2 3 അല്ലേ? ഒരു ലിസ്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. നൗ അതിൽ ഞാൻ ചെറിയ 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് നോക്കിക്കോളൂ. പ്രിന്റ്, അത് പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. എന്താ അറിയോ നിങ്ങൾ? ജസ്റ്റ് സി L1 star 2. ഓക്കെ, അതേപോലെ പ്രിന്റ്, സോറി, പ്രിന്റിന്റെ P വലുതായി പോയി, ശ്രദ്ധിക്കണേ. പ്രിന്റ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതാൻ പോകുന്നത് നോക്കിക്കോളൂ. L1 അല്ലേ എൻ്റെ ലിസ്റ്റ്? L1 പ്ലസ് ഒരു ലിസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ 4, 5 ഒരു ചെറിയ ലിസ്റ്റ്. ഓക്കെ, സോ some of you can guess the result of this program. ഓക്കെ, ബട്ട് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. നോക്കിക്കോളൂ, ചില ആളുകൾക്ക് ഇത് ഗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ, സിമ്പിൾ ആണെങ്കിലും നമ്മളിത്
ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കാം. നോക്കിക്കോളൂ. സേവ് അടിക്കുന്നു, കൺട്രോൾ S, F5 അടിച്ച് റൺ ചെയ്യുന്നു. ഷെല്ലിലേക്ക് നോക്കിക്കോളൂ. ഇതാണ് ഷെല്ല് അല്ലേ. എന്താ സംഭവിച്ചത്? ഫസ്റ്റ് പ്രിന്റ് എന്താണ്? L1 × 2 എന്നാണ്. L1 എന്താ? 1 2 3 3 എലമെന്റ് ഉള്ള അല്ലെ 1 2 3 എന്നുള്ള ലിസ്റ്റ് ആണ്. അത് L1 × 2 കൊടുത്തപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലിസ്റ്റ് ആണ്. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കിട്ടിയിരിക്കുന്നത് ഒരു ലിസ്റ്റ് തന്നെയാണ്. L1 × 2 ചെയ്തപ്പോൾ L1 *2 ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ലിസ്റ്റ് തന്നെയാണ്. ബട്ട് എ ചേഞ്ച് ഒക്കേഴ്സ്. വാട്ട്? നേരത്തെ L1 1 2 3 ഉള്ളതെങ്കിൽ L1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ഒരു 1 2 3 യുടെ 2 പ്രാവശ്യം 1 2 3 അതിൽ എന്ത് ചെയ്തു? കറക്റ്റ് ഓർഡറിൽ വന്നു. ശരിയല്ലേ? 1 2 3 വരെ ഇതായി. ഇവിടം വരെ നേരത്തെ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആണല്ലോ. × 2 ചെയ്തുകൊണ്ട് അതിലെ എലമെന്റ്സ് ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്തു? അതേ ലിസ്റ്റ് തന്നെ ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് 1 ആണ്, പിന്നെ 2 3 അതേ ഓർഡറിൽ ആഡ് ചെയ്യപ്പെട്ടു. ശരിയല്ലേ? അടുത്ത പ്രിന്റ് എന്താണ്? L1 പ്ലസ് ഒരു ചെറിയ ലിസ്റ്റ് 4 5 എന്നുള്ള ലിസ്റ്റ് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? L1 എന്ന് പറഞ്ഞാൽ 1 2 3 വരെയാണ് അല്ലേ. 1 2 3. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 5 എന്നുള്ള ചെറിയ ലിസ്റ്റ് ആഡ് ചെയ്തപ്പോഴോ യെസ് ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് വരുമല്ല ചെയ്തത്. പകരം L1 കൂടെ അടുത്ത നമ്പർ ആയിട്ട് അടുത്ത എലമെന്റ് ആയിട്ട് 4 വന്നു, അതിന്റെ അടുത്ത എലമെന്റ് ആയിട്ട് 5 വന്നു. അങ്ങനല്ലേ സംഭവിച്ചത് അല്ലേ. അല്ലാതെ 1 2 3 കഴിഞ്ഞിട്ട് ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് വന്ന ഓർമ്മ ഉണ്ടോ നേരത്തെ? അതുപോലെയാണോ വന്നത്? അല്ല. ഓക്കെ. അപ്പോൾ L1 പ്ലസ് 4 5 ലിസ്റ്റ് 4 5 എന്ന് പറഞ്ഞാൽ L1 എന്ന് പറയുന്ന ലിസ്റ്റിൽ 4ഉം 5ഉം ലാസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യപ്പെടും. ഓക്കെ. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ റൈറ്റ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ B = ഒരു പുതിയൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കുവാണ്. ശ്രദ്ധിക്കണേ. എന്താന്ന് പറഞ്ഞാൽ 6 വേണ്ട 10, 20, L1. ഓക്കെ. എൻ്റെ പുതിയ ലിസ്റ്റ് നോക്കണം. ഞാൻ ഈ ലിസ്റ്റിന് പേര് L2 എന്നാക്കട്ടെ. ഒന്നുമില്ലേ, വെറുതെ മേലെ L1 കൊടുത്തു, അതുകൊണ്ട് താഴെ L2 എന്നൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയേ 10 20 L1 അല്ലേ. എന്താ പ്രിന്റ് ആവാൻ നോക്കാം നമുക്ക്. പ്രിന്റ് L2. ഓക്കെ. നമുക്ക് തൽക്കാലം ഈ 2 പ്രിന്റ് എന്ത് ചെയ്യാം? അവിടെ ഫ്രീസ് ചെയ്യാം. ഓരോ പ്രാവശ്യവും അത് പിന്നെയും പ്രിന്റ് ചെയ്യണ്ടല്ലോ. അത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ എന്താ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഈ പ്രിന്റ് മാത്രമേ വരണ്ടൂ. സോ കൺട്രോൾ S, അതായത് സേവ് അടിക്കുന്നു, റൺ ചെയ്യുന്നു. എന്താ വന്നത്? 10 20 വന്നു. പിന്നെ L1 കൊടുത്തുകൊണ്ട് അല്ലേ L2 = 10 20 L1 ആണ്. ആ L1 സ്ഥാനത്ത് എന്തായിരുന്നു? L1 1 2 3 എന്നുള്ള ലിസ്റ്റാ. നോക്കുക, L1 സ്ഥാനത്ത് 1 2 3 എന്നുള്ള ലിസ്റ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ റൈറ്റ്. ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില ഓപ്പറേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ. ലിസ്റ്റ് L1 = 1 2 3. കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി അല്ലേ? നൗ ലിസൺ. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ L1 4 പേര് അല്ലേ. L1 ഡോട്ട് COUNT L1 count 2 എന്ന് കൊടുത്തു. L1 count 2. ഓക്കെ. നമുക്ക് നോക്കാം എന്താ പ്രിന്റായി വരുക നോക്കാം. ഓക്കെ. എൻ്റർ. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് L1 index. ഓക്കെ. L1 index. എന്നിട്ട് സിമ്പിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 1 കൊടുക്കുന്നു. ഓക്കെ. നോക്കാം. അത് റിസൾട്ട് പ്രിന്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. ഓക്കെ ഫൈൻ റൈറ്റ്. നമുക്ക് എന്ത് ചെയ്യാനി ഇത് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചെയ്താൽ പോരെ അല്ലേ? അതല്ലേ നല്ലത്? ഓക്കെ. സോ യു ലിസൺ. ഞാൻ ഇതിവിടെ റിസൾട്ട് കിട്ടണേ. നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ അതുകൂടെ കൊടുക്കാം. പ്രിന്റ് ഓക്കെ. അതുപോലെ ഇവിടെ പ്രിന്റ് ഓക്കെ. കറക്റ്റ് അല്ലേ? ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ S F5. എന്താ നോക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് പ്രിന്റ്
അല്ലേ? എന്താണ് L1 ഡോട്ട് കൗണ്ട് 2? എന്താ സംഭവിച്ചത്? L1 കൗണ്ട് ചെയ്യപ്പെട്ടു 2, അതായത് 2 എന്ന് പറയുന്ന എലമെന്റ് എത്ര പ്രാവശ്യമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. ശരിക്കും L1 1 2 3 അല്ലേ? ഈ എലമെന്റിൽ 2 എത്രയുള്ളത്? ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1 പ്രിന്റായി വന്നത്. കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ, റൈറ്റ്. അടുത്തത് എന്താണ്? ഇൻഡെക്സ് എന്നുള്ളതാണ്. ഓക്കെ, എന്താ ഇൻഡെക്സ് നോക്കാം. L1 ഡോട്ട് ഇൻഡെക്സ് 1 പറഞ്ഞിട്ട് പ്രിന്റ് ആയത് 0 ആണ്. അതായത് 1 എന്ന് പറയുന്ന എലമെന്റ് അല്ലെ, ആരാണ് 1 എന്ന് പറയുന്ന എലമെന്റ്, അതിന്റെ ഇൻഡെക്സ് പ്രിന്റ് ആയി അല്ലെ. ഇവിടെ 1 എന്ന് പറയുന്ന എലമെന്റ് ഇതാ ഇവിടെയാണുള്ളത് അല്ലെ. ഇതിന്റെ ഇൻഡെക്സ് എത്രയാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 0 സ്റ്റാർട്ട് ചെയ്യാ. അപ്പൊ 0 1 2 എന്നാ. അപ്പൊ 1ന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. 0 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ 0 ആണ് ഇവിടെ പ്രിന്റ് ആയി വന്നത്. ആണല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെ ഇൻഡെക്സ് എന്താണ് 2 എന്ന് കൊടുക്കാം. അതായത് 2 രണ്ടാമത്തെ ഇൻഡെക്സ് എന്നല്ലേ അർത്ഥം. 2 എന്ന് പറയുന്ന എലിമെന്റിന്റെ ഇൻഡെക്സ്. ഓക്കെ, അതാണ് പ്രിന്റ് ആവുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ സേവ് ചെയ്ത് റൺ ചെയ്യാം. നോക്കിയേ, ഫസ്റ്റത്തെ പ്രിന്റ് മാറ്റിക്കില്ലല്ലോ. കൗണ്ട് 2 ആണ്. 2 എത്ര ഉണ്ട്? ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് 1 എന്ന് വന്നു അല്ലേ. അടുത്ത L1 ഡോട്ട് ഇൻഡെക്സ് 2, 2യുടെ ഇൻഡെക്സ് 0 1 അല്ലേ. 2ന്റെ ഇൻഡെക്സ് 1 ആണ്. അതുകൊണ്ട് 1 പ്രിന്റ് ആയി. ഇവിടെ കാണുന്നില്ലേ ഷെല്ലിൽ ലാസ്റ്റ്? ഓക്കെ, ഫൈൻ. നൗ ഞാൻ ഈ ഷെല്ല് ക്ലോസ് ചെയ്യുന്നു. കാരണം അടിയിലെത്തിയല്ലോ. ഇനി പുതിയ ഷെല്ല് വന്നോട്ടെ റൺ ചെയ്യുമ്പോൾ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. അടുത്തത് L1 ഡോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ്, ഒരു ഫങ്ഷൻ. L1 ഡോട്ട് അപ്പെൻഡ് എന്താണ് 4 എന്ന് കൊടുക്കുന്നു. L1 ഡോട്ട് അപ്പെൻഡ് 4. കുഴപ്പമില്ലല്ലോ. ഓക്കെ, L1 ഡോട്ട് അപ്പെൻഡ് എന്താണ് 4. നമുക്കതും പ്രിന്റ് അയക്കണ്ടേ? യെസ്, പ്രിന്റ് L1. ഓക്കെ, അപ്പൊ മേലെ ഞാൻ L1 ഡോട്ട് അപ്പെൻഡ് 4 എന്ന് കൊടുത്തിട്ട് പ്രിന്റ് L1 ചെയ്താൽ എന്താ വരും നോക്കാം. കൺട്രോൾ എസ്, സേവ് അടിക്കുന്നു, റൺ ചെയ്യുന്നു F5 അടിച്ചിട്ട്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ സംഭവിച്ചത്? ഇവിടെ നോക്കിയേ, L1 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 2 3 അല്ലേ. 3 എലമെന്റ് ഉള്ള 1 2 3 അല്ലേ. ഇതാണ് എൻ്റെ L1. L1 ഡോട്ട് അപ്പെൻഡ് 4 എന്ന് പറഞ്ഞപ്പോ റിസൾട്ട് എന്താ വന്നേ? 1 2 3 മാത്രമല്ല, ലാസ്റ്റിൽ പോയിട്ട് 4 ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ അപ്പെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഒരു ലിസ്റ്റിന്റെ ഏറ്റവും എൻഡിൽ നിങ്ങൾക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അപ്പെൻഡ് ഉപയോഗിക്കുന്നത് ഏറ്റവും എൻഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ആ കാര്യം മറന്നു പോകരുത്. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, റൈറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പെൻഡ് അല്ല, ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. L1 ഡോട്ട് ഇൻസേർട്ട് എന്താണ്? L1 ഡോട്ട് ഇൻസേർട്ട് ശരിക്കണേ ഇൻസേർട്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ 1,20. ഓക്കെ, എൻ്റർ, പ്രിന്റ് L1, പ്രിന്റ് L1. ഞാൻ ഇത് തൽക്കാലം ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ 2 ലൈനും വേണ്ട, തൽക്കാലം ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, അല്ല അത് മായച്ചോളാം. നിങ്ങൾക്ക് അങ്ങനെ ഫ്രീസ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് മായച്ചോളാം, നോ പ്രോബ്ലം. ഓക്കെ, സോ L1 ഇതാണ്. L1 ഡോട്ട് ഇൻസേർട്ട് 1,20 എന്ന് കൊടുത്താൽ റിസൾട്ട് എന്ന് നോക്കാം. ആദ്യം സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. നോക്കിയാണ് ശരിക്കും L1 1 2 3 അല്ലേ. ആ 1 2 3 അതിൻ്റെ ഇടയിൽ ഒരു 20 കയറി വന്നു അല്ലേ. അപ്പൊ ഈ 20 ആണ് കയറി വന്നതെന്ന് മനസ്സിലായി. പക്ഷെ അന്ന് അവിടെ കയറി വന്നത്. അപ്പൊ ഈ 1 ശ്രദ്ധിക്കേണ്ടത്. 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ്. 1 എന്നുള്ള ഇൻഡെക്സിൽ 20 എന്നുള്ള നമ്പർ ആഡ് ചെയ്യപ്പെടും, ഇൻസേർട്ട് ചെയ്യപ്പെടും. ഇപ്പൊ നോക്കാം, ഇതില് 1 എവിടെയാ വരിക? ഇൻഡെക്സ് 1 എവിടെയാ? ഫസ്റ്റ് 0 ആണ് അല്ലേ. അപ്പൊ 2 ഉള്ള സ്ഥാനമാണ് ശരിക്ക് ഇൻഡെക്സ് 1 വരുന്നത്. അപ്പൊ 1 കഴിഞ്ഞിട്ട് അടുത്ത ആൾ ആരായി മാറും? 20 ആയി മാറും. അപ്പൊ ഓട്ടോമാറ്റിക്കലി 2 എന്ത് ചെയ്യും? അടുത്ത പ്ലേസിലേക്ക് മാറും അല്ലേ, 2ലേക്ക് മാറും. 3 നേരെ എന്താണ് 3 ഇൻഡെക്സ് 3ലേക്ക് മാറും. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ 1,20 എന്ന് പറയുമ്പോൾ ഈ 1 ഇൻഡെക്സ് ആണ്. 20 എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അല്ലേ, ഇവിടെ കൊടുക്കുന്ന വാല്യൂ എത്രയാണോ ആ ഇൻഡെക്സിൽ ആഡ് ചെയ്യപ്പെടേണ്ട, ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ട
നമ്പറാണ്. ശ്രദ്ധിക്കണം, 2 മാറിയിട്ട് 20 ആവുകയല്ല ചെയ്യുക, പകരം ഇൻസേർട്ട് ചെയ്യപ്പെടുക ചെയ്യുക, ഡിലീറ്റ് ചെയ്യുന്നില്ല. ഈ സ്ഥാനത്ത് 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 20 ആവും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ശേഷമുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഡെക്സ് ഓരോന്ന് കൂടിയിട്ടുണ്ടാവും. സ്വാഭാവികമാണല്ലോ അല്ലേ, ഒരു വരിയിൽ കുറേ ആൾ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരാൾ കയറിയാൽ സ്വാഭാവികമായിട്ട് അടുത്ത ആൾ സ്ഥാനം ബേക്കിലേക്ക് പോകുമല്ലോ. 10ാമത് ഒരാൾ നിൽക്കുന്നുണ്ട്, 10ാമത്തെ ആളെയും 9ാമത്തെ ആളെയും ഇടയിൽ ഒരാൾ കയറിയാൽ 10ാമത്തെ ആൾ 11ാമതാവൂലേ? ശരിയല്ലേ? അത്രയേ ഉള്ളൂ. അതേപോലെ സോ 0ൽ 1 വന്നു, 1ൽ നോക്ക് 20 വന്നു, ബാക്കി 2, 3 ഓർഡറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സോ അപ്പൻഡ് ലാസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൻഡ് ഇൻസേർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അടുത്തത് ഒന്നുകൂടെ കാണിക്കാം. L1 ഡോട്ട് റിമൂവ്. ഏതാ ഫംഗ്ഷൻ? റിമൂവ്. L1 ഡോട്ട് റിമൂവ് എന്താണ്? 2. ഓക്കെ, L1 ഡോട്ട് റിമൂവ് 2 എന്ന് കൊടുത്തു. പ്രിന്റ് L1. ഓക്കെ, നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്തതും അയച്ചു കളയാം. ഓക്കെ, L1 ഡോട്ട് റിമൂവ് 2 നോക്കാം എന്താ പ്രിന്റ് ആവുന്നുള്ളത്. ഓക്കെ, സേവ് അടിക്കുന്നു, F5 അടിക്കുന്നു. എന്താ വന്നേ? എന്താ L1? ലിസ്റ്റ് 1, 2, 3 ആണ്. റിമൂവ് 2 എന്ന് L1 ഡോട്ട് റിമൂവ് 2 എന്ന് കൊടുത്തിട്ട് L1 പ്രിന്റ് ചെയ്തപ്പോൾ ഇതിന്ന് 2 അങ്ങ് റിമൂവ് ആയി, വെറും 1, 3 മാത്രമേ റിസൾട്ട്. ശരിയല്ലേ? അപ്പോൾ കാര്യം ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ഒരുപാട് ഫംഗ്ഷൻസ് ഇപ്പം നമ്മൾ കണ്ടേ. ഇനി സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടെ. ഓക്കെ, ഇത് മാച്ച് ചെയ്യട്ടെ. പ്രിന്റ് LEN. ഓക്കെ, ഇത് ജനറൽ ഫംഗ്ഷന്റെ ഭാഗമാണ് ഈ LEN എന്ന് പറയുന്നത്. ഓക്കെ, LEN നോക്കിക്കോളൂ, ഷിഫ്റ്റ്. ഓക്കെ, L1 നോക്കണേ. പ്രിന്റ് LEN അല്ലേ, ലെങ്ത് അല്ലേ, അതിൻ്റെ ഒരു കീവേഡാണ് LEN ഓഫ് ആര്? L1ന്റെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താ പ്രിന്റ് ആവാൻ നോക്കാം. സേവ് അടിക്കട്ടെ, Ctrl+S F5. 3. അതായത് ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ നമ്പർ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പറല്ലേ ഈ ലിസ്റ്റിലുള്ളത്, L1 ഉള്ളത്. അതാണ് പ്രിന്റ് ആയത്, 3 എണ്ണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒട്ടനവധി ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മ്, ഓക്കെ, മാക്സിമം, മിനിമം, അങ്ങനെ കണ്ട ഒരുപാട് ഫങ്ഷൻസ് ഇനിയുണ്ട്. ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അല്ലാതെയൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. തൽക്കാലം ഇത്രയും ഫങ്ഷൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, പറഞ്ഞ ഇനിയും തീരാത്തത്രയും ഫങ്ഷൻസ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസേർട്ടും അപ്പൻഡൊക്കെയാണ്. അപ്പൻഡൊക്കെ നമ്മൾ ഇനി ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേ. ഓക്കെ, ക്ലിയർ? ഈ ലെങ്ത് കാണുന്നതൊക്കെ ഉപയോഗിക്കും. ഫൈൻ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുവാണ്. സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് മൈ ക്ലാസ്. താങ്ക് യു.